മൈ മാത്സ് ഫോർ യു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. USS പരീക്ഷയ്ക്ക് അനലിറ്റിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ വിശകലനം ആയി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. അപ്പോൾ ഇങ്ങനെ ചിത്രം തന്നിട്ട് അതായത് സമചതുരത്തെ ഇവിടെ 9 തുല്യ സമചതുരങ്ങളായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് സാധ്യമായ സമചതുരങ്ങളുടെ എണ്ണം കണക്കാക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് എണ്ണീറ്റ് കണക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്നാൽ കൂടുതൽ ചതുരങ്ങളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എണ്ണി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ 1 2 3 4 5 6 7 8 9 സമചതുരങ്ങൾ ചെറുതുണ്ട്. അതുകൂടാതെ ഈ 4 സമചതുരങ്ങൾ ചേർന്നിട്ട് ഇവിടെ ഒരു വലിയ ചതുരമുണ്ട്, ഇവിടെ അങ്ങനെ 4 ചതുരങ്ങൾ ചേർന്നിട്ട് ഇവിടെ ഒരു വലുതുണ്ട്, ഈ 4 ചേർന്നിട്ട് ഒരെണ്ണമുണ്ട്, ഈ 4 ചേർന്നിട്ട് ഒരെണ്ണമുണ്ട്. അങ്ങനെ 4 സമചതുരങ്ങളുണ്ട്. കൂടാതെ ഒരു വലിയ സമചതുരമുണ്ട്. അങ്ങനെ ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ 9 4 13 1 14 സമചതുരങ്ങളാണ് ഈ ചോദ്യത്തിൽ ഉണ്ടാകുക. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 1 2 3 4 5 ഇവിടെ അങ്ങനെ 1 2 3 4 5 5 × 5 25 സമചതുരങ്ങൾ ചേർന്ന് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഓരോ 4 സമചതുരം ചേർന്നിട്ട് ഇവിടെ സമചതുരം ഉണ്ടാവും. അതുപോലെ 1 2 3 4 5 6 7 8 9 9 ചേർന്നിട്ട് ഇവിടെ വലിയ സമചതുരം ഉണ്ടാവും. ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണി നോക്കിയാൽ 55 സമചതുരങ്ങൾ ഉണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ 1 2 3 4 5 6 7 8 ഇതൊരു ചെസ് ബോർഡ് പോലെയാണ്. അപ്പോൾ അവിടെ 8 × 8 64 യൂണിറ്റ് സമചതുരങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ കുറെ സമചതുരങ്ങൾ വേറെയുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 204 എണ്ണം കിട്ടും. അപ്പൊ ഇത് എങ്ങനെ കിട്ടുന്നതെന്നാണ്, അതിന് എളുപ്പവഴി എന്താണെന്ന് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇപ്പോ 9 4 1 കൂട്ടിയ 14. ഇതേപോലെ ഇവിടെ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇവിടെ ഒന്നാമത്തെ സമചതുരമുണ്ട്, ഇവിടെ 2 3 ബേസിൽ 3 സമചതുരങ്ങളുണ്ട്. ഇതിന്റെ വർഗം എടുക്കാം. ഒന്നാമത്തിന്റെ വർഗം 1ന്റെ വർഗം 1 പ്ലസ് 2ന്റെ വർഗം 2 സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ 3 സ്ക്വയർ. ഇതെല്ലാം കൂട്ടിയാൽ 1 4 9 ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും. 1 4 5 9 14. 1ന്റെ വർഗം 2ന്റെ വർഗം 3ന്റെ വർഗം ഇവയുടെ തുക കണ്ടെത്തിയാൽ മതിയാവും. ഇവിടെ 55 കിട്ടുന്ന അങ്ങനെയാണ്. ഇവിടെ ബേസിൽ 1 2 3 4 5 സമചതുരങ്ങൾ, ഇവിടെ അങ്ങനെ 5 എണ്ണം. അപ്പൊ അതിന് ആകെ സമചതുരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഇത് കൂട്ടിയാൽ കിട്ടുന്നത് 1ന്റെ വർഗം 1, 2ന്റെ വർഗം 4, 3ന്റെ വർഗം 9, 4ന്റെ വർഗം 16, 5ന്റെ വർഗം 25. ഇതെല്ലാം കൂട്ടിയാൽ 1 4 5 9 14 14 16 30 30 25 55 എന്ന് കിട്ടും. ഇതേപോലെ ഇവിടെ 8 എണ്ണ ബേസിലിടാം. 1 2 3 4 5 6 7 8 ഇവ ഓരോന്നിന്റെ വർഗം കണ്ടെത്തി കൂട്ടിക്കഴിഞ്ഞാൽ 1ന്റെ വർഗം 2ന്റെ വർഗം 3ന്റെ വർഗം 4ന്റെ വർഗം 5ന്റെ വർഗം 6ന്റെ വർഗം 7ന്റെ വർഗം 8ന്റെ വർഗം കൂട്ടിക്കഴിഞ്ഞാൽ 204 എന്ന് കിട്ടും. ഇനി ഇതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം വർഗങ്ങൾ ഓരോന്നിന്റെ വർഗം കണ്ടെത്തി കൂട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇതിനെല്ലാം കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്ന ഒരു വഴിയാണ് സൂത്രം. ആ സൂത്രവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ n × n + 1 × 2n + 1 / 6. ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ 14 55 204 എന്ന ഉത്തരമൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ n ഉദ്ദേശിക്കുന്നത് ഈ ബേസിൽ എത്ര സമചതുരങ്ങളുണ്ടോ അതാണ് അതിന്റെ n. ഇപ്പൊ ഒന്നാമത്തിലാണ് 3 ആണ് n വരിക, ഇതിലാണെങ്കിൽ 5 എണ്ണം വരും, ഇവിടെയാണെങ്കിൽ 8 എണ്ണം വരും. നമുക്ക് നോക്കാം ഈ 14 എന്ന ഉത്തരം കിട്ടുന്നത് നോക്കാം. നമുക്ക് ഇവിടെ 1 2 3 വരുമ്പോൾ n 3 ആണ്. 3 × n + 1, n + 1 3നേക്കാൾ 1 കൂടുതൽ 4 × 2n + 1. 2n + 1 2 × 3 6 6 1 7 എത്ര വരും? 6 എന്ന് കിട്ടും. ഇവിടെ ഒന്നുകിൽ 3 4 7 നമ്മൾ ഗുണിച്ചിട്ട് 6 കൊണ്ട് ഹരിക്കും, അല്ലെങ്കിൽ ലഘൂകരിക്കുന്ന ഇങ്ങനെ ചെയ്യാം. 3 6ൽ 2 പ്രാവശ്യം പോകും, ഈ 2 4ൽ 2 പ്രാവശ്യം പോകും,
2 ഗുണം 2 ഗുണം 7 14 കിട്ടും. അങ്ങനെ ഒന്നാമത്തേല് 14 സമയങ്ങൾ എന്ന് കാണാം. രണ്ടാമത്തെ ഇതാണെങ്കിൽ 55 കിട്ടുന്നത് ഇങ്ങനെയാണ്. എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ 5 വരിക. 5 ഇൻറ്റു n+1, 5നേക്കാൾ 1 കൂടുതൽ 6 ഇൻറ്റു 2n+1, 2 ഇൻറ്റു 5 10, 1 11 ബൈ എത്ര 6. ഇവിടെ 6 അങ്ങോട്ട് പോകും, ഒരു പ്രാവശ്യം പോകും. ബാക്കി 5 ഗുണിക്കണം 11 വരും. 5 11 55. ഈ രൂപത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ അങ്ങനെ ഇവിടെ n സമം 8 വരിക. അപ്പൊ 8 ഇൻറ്റു n ഇൻറ്റു അതിനേക്കാൾ 1 കൂടുതൽ 8 1 9 ഇൻറ്റു 2 ഇൻറ്റു 8 16, 16 1 17 ബൈ എത്ര വരും 6 വരും. ഇത് ലഘൂകരിച്ചാൽ ഈ 8 4 2 8 3 2 6 2 കൊണ്ട് കട്ട് ചെയ്തു. 3 9ൻ്റെ അകത്ത് 3 പ്രാവശ്യം പോകും. അപ്പോൾ 4 ഗുണിക്കണം 3 ഗുണിക്കണം 17 എന്നായി. 4 3 12, 12 ഗുണിക്കണം 17, 12 ഗുണിക്കണം 17 10 17 170, 2 17 34. ഈ രണ്ടോട് കൂട്ടിയാൽ 204 കിട്ടും. അപ്പോൾ 204 ഇതിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ സമചരങ്ങീനുള്ള രൂപത്തിൽ സമയങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ ചില കേസിൽ എണ്ണി നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 3 സ്ക്വയർ ആ രൂപത്തിൽ സ്ക്വയർ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ സൂത്രം ഉപയോഗിക്കാം. പൊതുവെ ഈ n × n+1 × 2n+1/6 എന്ന് പറയുന്ന സൂത്രം ഉപയോഗിക്കുന്നത് 1 മുതൽ തുടർച്ചയായ എണ്ണസംഖ്യയുടെ വർഗ്ഗങ്ങളുടെ തുക കാണാൻ വേണ്ടി. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 3 സ്ക്വയർ തുടർച്ചയായ 3 എണ്ണസംഖ്യയുടെ വർഗ്ഗങ്ങളുടെ തുകയാണ്. അത് കാണാൻ നമുക്ക് ഈ സൂത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ സൂത്രം ഉപയോഗിക്കാം. പൊതുവെ പറഞ്ഞാൽ ഇപ്പം 1 മുതൽ 10 വരെയാണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് ഇങ്ങനെ പോയിട്ട് 10 സ്ക്വയർ വരെയുള്ള എണ്ണസംഖ്യയുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സംഖ്യ ഇങ്ങനെ ചെയ്യാം. 10 ഇൻറ്റു n+1, 10നേക്കാൾ 1 കൂടുതൽ 11 ഇൻറ്റു 2 ഇൻറ്റു 10 21 21 ബൈ 6. ഈ ഉത്തരം കണക്കാക്കിയാൽ മതിയാവും. പുതിയ സൂത്രവാക്യം എടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പമെന്നാണ് തോന്നുന്നത്. നേരത്തെ ചോദ്യത്തിൽ വരികളുടെയും നിരകളുടെയും എണ്ണം തുല്യമാണ്. അതായത് നമ്മൾ സ്ക്വയർ രൂപത്തിൽ വരുന്ന സ്ഥലത്ത് ഇപ്പോൾ 8 ഇൻറ്റു 8 അല്ലെങ്കിൽ 5 ഇൻറ്റു 5 3 ഇൻറ്റു 3 ആ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കൂ, ഇവിടെ ബേസിൽ 1 2 3 4 5 6 ഉണ്ട്. ഇവിടെ 1 2 3 മുകളിലുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വരുന്ന സമയത്ത് ആകെ എത്ര സമയങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ ഇതും നമുക്ക് എണ്ണി നോക്കാതെ തന്നെ ഒരു സൂത്രവാക്യ പ്രകാരം കണ്ടെത്താൻ സാധിക്കും. ട്രിക്ക് ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെയാ കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, 1 2 3 4 5 6 എന്ന് എഴുതുന്നു. ഇവിടെ നമുക്ക് 1 2 3 നമ്മൾ ഈ എണ്ണങ്ങളെ നമ്മൾ ഈ താഴെ എഴുതുകയാണെങ്കിൽ, അതായത് അവരോടൊക്കെ എഴുതുകയാണെങ്കിൽ 6 5 4 3 2 1 ഇവിടെ അവസാനം 0 കൂടി ചേർക്കാം. പിന്നെ ഇവിടെ 1 2 3 അതിങ്ങനെ എഴുതാം. 3 2 1 ലാസ്റ്റ് വേർഡ് 0 കൂടി ചേർക്കാം. ഇങ്ങനെ ഈ വരികളുടെയും നിരകളുടെയും എണ്ണം ഇതുപോലെ എഴുതുക. അതിനുശേഷം ഇവ ഗുണിക്കുവാണ്. 6ഉം 3ഉം ഗുണിച്ചാൽ 18, 5ഉം 2ഉം ഗുണിച്ചാൽ 10, 4ഉം 1ഉം ഗുണിച്ചാൽ 4, 3ഉം 0ഉം ഗുണിച്ചാൽ 0. പിന്നെ ഇവിടെ ഗുണിക്കാനില്ല, അതുകൊണ്ട് നമുക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല. ഇവയുടെ തുക കണ്ടെത്തുക. ഇവിടെ തുക എന്ന് പറയുന്നത് 4ഉം 10ഉം 14, 14ഉം 18, 17 32. അപ്പോൾ ഈ 32 ആയിരിക്കും ഇവിടെയുള്ള സമചരങ്ങളുടെ എണ്ണം. സാധ്യമായ സമയങ്ങളുടെ എണ്ണം 32 ഉണ്ടാവും. ഈ പറഞ്ഞ 6 18 ചെറുത് കൂടാതെ മറ്റ് ഈ 4 കൂടി ചേർത്തുള്ള സമയങ്ങൾ കൂട്ടിയാൽ 32 കിട്ടും. ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമുക്ക് എണ്ണി നോക്കാത്ത സമയം എടുക്കും. എണ്ണി നോക്കാതെ നമുക്ക് ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സമയങ്ങളുടെ എണ്ണം കണ്ടെത്താൻ പറ്റും. അപ്പൊ ഈ രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിൽ ഇവിടെ ബേസിൽ 1 2 3 4 5 6 ഉണ്ട്. ഇവിടെ 1 2 3 4 5 എണ്ണാണ്. 1 2 3 4 5 6. ഇവിടെ 1 2 3 4 5 ഇങ്ങനെയുള്ളത്. അപ്പൊ ഇത് സാധ്യമായ എത്ര സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ട്
ചെയ്യുന്ന ഇങ്ങനെയാണ്. ആദ്യം 6, 5, 4, 3, 2, 1 ഇവിടെ 0 ചേർക്കുന്നു. ഇവിടെ 1 മുതൽ 5 വരെയാണ്. അപ്പോൾ 5, 4, 3, 2, 1, 0 ഇവിടെ വരില്ല. എന്നിവയെ ഗുണനം കണ്ടെത്തുന്നു. 6 ഗുണം 5 6 5 30, 5 ഗുണം 4 5 4 20, 4 3 12, 3 2 6, 2 1 2, 1 0 0. ഇവിടെ തുക കാണുന്നു. 30 20 കൂട്ടി 50, 50ഉം 12ഉം 62, 62 6 68, 68ഉം 2ഉം 70. കൂട്ടിയാൽ കിട്ടുന്നത് 70 ആയിരിക്കും. 6 8 2 10, ബാക്കി 1 2 4 3 70 എണ്ണമായിരിക്കും ഇതിലാകെയുള്ള സമയങ്ങളുടെ എണ്ണം. ഈ രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ, അതായത് വരിയുടെ എണ്ണം നിരയുടെ എണ്ണമൊക്കെ തുല്യമല്ലാത്തൊരു കേസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് സമയങ്ങളുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടി സാധിക്കും.